ലൈജു, അപ്പം അങ്ങനെ ആകുമ്പം കുഴപ്പമില്ല. അതായത് ജോർജാൻ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. ജോർജാൻ മേളി പറഞ്ഞിട്ടുണ്ട്. അതായത് അനുമതിയോടുകൂടിയാണ് അങ്ങനെ ഒരു ഇത് നടത്തിയെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ. ആ, ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അപ്പം പാത്രിക്കീസ് അനുവദിച്ചുകൊണ്ടുള്ള ഇങ്ങോട്ട് കൽപ്പന അയക്കുമ്പോൾ അത് മലങ്കര സഭയുടെ കയ്യിലായിപ്പോയി. അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യത്തില്ല. അതായിരിക്കുമല്ലോ ഇവൻ്റെ വാദം. അനുമതി ചോദിച്ചുകൊണ്ട് പാത്രിക്കീസിന് അന്നത്തെ കാലത്ത് ഏതായാലും ഫോൺ ചെയ്ത് പറയാൻ പറ്റിയല്ലോ. അപ്പം പിന്നെ ഒന്നുകിൽ കത്തയക്കും, അല്ലെങ്കിൽ കത്തയക്കാതെ വേറെ മാർഗമില്ല. ആ കത്തങ്ങ് പബ്ലിഷ് ചെയ്താൽ മതി ആശാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. മലങ്കര സഭ പാത്രിക്കീസിനോട് ഞങ്ങൾ മൂറംകൂരാശം നടത്തിക്കോട്ടെ സാർ എന്ന് ചോദിച്ച ആ കൽപ്പന അല്ലെ ആ ഒരു ലെറ്റർ ഒന്ന് കാണിച്ചാൽ മതി ആശാൻ. എൻ്റെ പൊന്നിലയച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? ഇവൻ ഉളുപ്പില്ലെങ്കിലും ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോടാ. എന്നിട്ട് നീ അന്തസ്സോടെ ഇരുന്നിട്ട് പറ, അതെ ഈ കത്ത് കണ്ടോ? അതല്ലേ ന്യായം. അല്ലാതെ വിമാനത്തെ പോയപ്പം ഹീറോ ഹോണ്ട ബൈക്ക് ഒരുത്തനെ ഓവർടേക്ക് ചെയ്ത് പോയത് ഞാൻ കണ്ടെന്ന്. ആ, അടിപൊളി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവൻ്റെ ക്രെഡിബിലിറ്റി എന്നാ ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ സാറേ. ഈ യാക്കോ കുഞ്ഞുങ്ങളുടെ മുഴുവൻ ക്രെഡിബിലിറ്റി അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരുത്തരം എഴുതിയിരിക്കുന്നുണ്ടല്ലേ, മൂറംകൂരാശം നടത്താൻ കാതോലിക്കായുടെ കൈ പൊങ്ങിയാലല്ലേ നടത്താൻ പറ്റുള്ളൂ. അവൻ്റെയൊക്കെ വിഷം എന്നാ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരുത്തനൊരു ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞേ. അതായത് ഈ മൂറംകൂരാശം നടത്തുന്നതിൻ്റെ തലേ ദിവസം കാതോലിക്കായുടെ കൈ തളർന്നു പോകും, അദ്ദേഹം കടപ്പായി പോകും. അവൻ്റെ ആഗ്രഹം നോക്കണം. എടാ കൊച്ചനെ, ഇവനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നാന്നറിയോ? എടാ, ഇടുത്തി വീട് നിന്റെ കുടുംബമൊക്കെ മുച്ചൂട് മുടിഞ്ഞ് മുണ്ടക്കോല് കാണാതിരിക്കാൻ പോയി മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളും വേണം പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ? പകയും വിദ്വേഷവും വെറുപ്പും മറ്റൊരുത്തിനോട് അതായത് ദൈവം തമ്പനെ എന്നാ നമ്മളെ പഠിപ്പിച്ചേ. എടാ, നിന്റെ സഹോദരനെ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈജുവിനെ കാണുമ്പോൾ എന്തുകൊണ്ടും ലൈജു എന്നേക്കാൾ വലിയവനാണ് എന്ന് ഉള്ള ഒരു ബോധ്യം എനിക്ക് വേണം. മനസ്സിലായോ? അങ്ങനെയാണ് ഞാനൊക്കെ ചെറുപ്പം മുതലേ എല്ലാ മനുഷ്യരോടും അങ്ങനെയാണ് പെരുമാറുന്നതും. ഇന്നും ഈ പ്രായത്തിലും ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തെ കാണാനാണ് എൻ്റെ അപ്പനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ല വൃത്തികേട് പറയാനല്ല. മനസ്സിലായോ? നിങ്ങൾ നോക്ക, ആ ഒരുത്തൻ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കൂ. കാതോലിക്ക ബാബായ് മൂറംകൂരാശയുടെ തലേദിവസം തളർന്ന് കടപ്പായി പോകും. അപ്പം പിന്നെ ഓർത്തഡോക്സുകാരുടെ മൂറംകൂരാശ നടക്കത്തില്ലല്ലോ. എങ്ങനെ ഇരിക്കും? ഇവനെയൊക്കെ എന്നാ പറയുന്നത്? ആ ഗണത്തിൽപ്പെട്ടവനാണ് ഇവൻ. മലങ്കര സഭയെ കൊണവധികാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കഷ്ടം. രണ്ട് വായിച്ചു നോക്ക്, ഇത് കേൾക്ക് നിങ്ങൾ. അതായത് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് ഒരു യാക്കോബായക്കാരൻ പറയുന്ന വർത്താനാണ്. അത് ആലോചിക്കുക. ഞാനിവിടെ എത്രയോ പ്രാവശ്യം യാക്കോബായിലെ തിരുമേനിമാരെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെരുമ്പള്ളി തിരുമേനിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പെരുമ്പള്ളി തിരുമേനി എന്നല്ലാതെ ഇതുപോലത്തെ വൃത്തികേട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ്? അതാണ് ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ സഹോദര, 7 നേരം മുട്ടിപ്പായിട്ട് ഈ സഭയ്ക്കും ഈ ലോകത്തിനും ഈ സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് അദ്ദേഹം. പറഞ്ഞു മനസ്സിലായോ? നീ ബഹുമാനിക്കണ്ട, നിന്ദിക്കാൻ പാടില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം നമ്മൾ ഏത് മനുഷ്യനെയും, ഒരു മനുഷ്യനെ പോലും നീ നിന്ദിക്കാൻ പാടില്ല. അവൻ ഏത് സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ, നിന്റെ ശത്രു ആയിക്കോട്ടെ, മിത്രമായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയിലെ അംഗമാണ് നമ്മൾ രണ്ടുപേരും, അല്ലേ? എന്നിട്ട് ഉപകാരം കാണിക്കുന്നു. ഇവനൊക്കെ വിഷം എന്നൊക്കെ പറഞ്ഞ ഇവനൊക്കെ എന്തോ വിഷമായിരിക്കും. നീ ആലോചിക്കുക ലൈജു. മറ്റേ എന്നാ ഏറ്റവും വലിയൊരു മറ്റേ വിഷമുള്ളൊരു ഒരു പാമ്പുണ്ടല്ലോ, എന്നാ അതിന്റെ പേരും മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൊടിയ വിഷമാണ് ഇവന്. ലൈജു ഒന്ന് ആലോചിച്ച് നോക്കിയ ലൈജു. ഈ ആശാൻ ഇപ്പൊ പറഞ്ഞെന്നാ, ആ വടക്കുള്ളവരാരും തെക്കുള്ളവരെ കല്യാണം കഴിക്കത്തില്ല. കാര്യം എന്നാ? അത് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, നിങ്ങൾ വെറും തൊട്ടി. ഓക്കെ, ലൈജു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധുത
നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ ആ വിഷം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ എന്താ പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂ. ഇതാണ് സത്യം. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കീപ്പ് അവേ ഫ്രം ദീസ് പീപ്പിൾസ്. ഇവന്മാർ ക്രിസ്ത്യാനികളല്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ പറയൂ. ഇവന്മാർ ക്രിസ്ത്യാനികൾ എന്നല്ല, മനുഷ്യനുമല്ല. ഒരു മനുഷ്യനായിട്ടുള്ളവൻ ചെയ്യുന്ന പണിയാണത്. നിങ്ങൾ പറയൂ. എനിക്ക് നിങ്ങളോട് എന്തോ പകയോ തീരാത്ത വിരോധമോ ഉണ്ടായിക്കോട്ടെ, അത് നീ സ്വയം നന്നായി കാണിച്ചു കൊടുക്കണം, അല്ലേ? അല്ലാതെ വല്ലവനെ കുറിച്ച് വൃത്തിയായിട്ട് പറയുന്നതാണോ ന്യായം? കഷ്ടം.